ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നല്ല മഴയും കാറ്റുണ്ട്. നല്ല മൂടി പുതച്ച് പുതപ്പിൻ്റെ അടി ചുരുണ്ട് കൂടി കിടക്കാൻ പറ്റിയൊരു കാലാവസ്ഥയല്ലേ? എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഏകദേശം എഴുന്നേൽക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഓർത്തെന്നാൽ ചെറിയൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന്. ഒരു 3:30 മുതൽ ഒരു 7 മണി വരെയുള്ള സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു നീണ്ട വ്ലോഗൊന്നുമല്ല, ഒരു കുഞ്ഞു വ്ലോഗ്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവനെയും കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇല്ല പിന്നെ കരച്ചിലായിരിക്കും. ചായക്കൊന്നും കാര്യമായിട്ട് സ്നാക്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കിച്ചണിൽ വന്നതാണ്. അപ്പോഴും മമ്മി പറഞ്ഞു കുറച്ച് അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അരി ഉണ്ടാക്കാം. അരി പൊടിച്ച് വെച്ചുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. ഞാൻ അരി ഉണ്ടാക്കുന്നുണ്ടല്ലോ, വെല്ലം ഉരുക്കി ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരും ഓരോ സ്റ്റൈലല്ലേ. എൻ്റെ അനിയത്തി ഉണ്ടാക്കുമ്പോൾ അവൾ വെല്ലം ചിരകിയിടാമെന്നല്ലേ പറഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ടാണ് അവൾ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ അരിയുണ്ട. എനിക്ക് സ്നാക്സായിട്ട് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചതും അരിയുണ്ട കേട്ടോ. സംഗതി ചെറിയ പരിപാടിയാണെങ്കിലും നല്ല രസമാണ് കഴിക്കാൻ. ഞാൻ കുറച്ചധികം കഴിക്കുവേ. ഒരു 3 4 ഒക്കെ കഴിക്കും, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഏലക്കാപ്പൊടി ഇതിങ്ങനെ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് നമ്മളിങ്ങനെ ഉണ്ടയാക്കൂലേ, ഉണ്ടയാക്കിയിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വഴക്കായിട്ട് വന്നിട്ടുണ്ട്. അവനെ ഞാൻ എടുക്കണം. ഇത്ര നേരം മമ്മിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഞാൻ എടുക്കണം, അവനെ എടുത്തുകൊണ്ട് മുറ്റത്തിറങ്ങണം, അങ്ങനെ കുറച്ച് വാശി. കരച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ ഭയങ്കര പണിയാണ്. എടുക്കാതെ സമ്മതിക്കില്ല. പിന്നെ അവനെ എടുത്ത് ഈ ബാക്കി കാര്യമൊക്കെ ചെയ്യാൻ ഓർത്തു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവരുടെ വാശിയും ദേഷ്യവും കരച്ചിലും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്കും ചില സമയത്ത് പിടിവിട്ടു, ചിലപ്പോൾ അങ്ങോട്ട് ദേഷ്യപ്പെടും, വഴക്ക് പറയും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇവനെ ഞാൻ വഴക്ക് പറഞ്ഞാലും ഇവനതൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. അവനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് ചിരിച്ചുകൊണ്ട് പോവും. ചേച്ചിയുടെ കുട്ടികളുടെ കാര്യം പറയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവർക്ക് വഴക്ക് പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്താണോ എന്തോ, അത് ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ പോയിട്ടോ. അവനെ മുറ്റത്ത് കൊണ്ടാകുന്ന മമ്മി പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ കൂടെ ആ മുറ്റത്തേക്ക് പോയി. അപ്പോൾ ബാക്കി കാര്യങ്ങളിൽ ചടപെട്ടാന്ന് ഞാൻ ചെയ്യാൻ പോയി. ഇപ്പോൾ അടുത്ത ആൾ എഴുന്നേറ്റ് വരും, അതിന് മുന്നേ അത് തീർക്കണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ചായ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെച്ചു. ഇതിൻ്റെ ബാക്കി പരിപാടിയും വെള്ളം ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടുന്നത്. മറ്റേ ചിരകി ഇടുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ കുറച്ച് ഹാർഡായ പോലെയല്ലേ. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം, കുറച്ച് സോഫ്റ്റായിട്ട്. അപ്പോൾ ഇതിലിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് മധുരം കുറച്ച് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യുന്നല്ല, കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് വെള്ളമല്ലേ ഒഴിക്കുന്നുള്ളൂ. പാനിയാക്കുമ്പോഴത്തേക്കും ശർക്കര കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ചിരകിയിട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ, ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്. ഇപ്പം ഒരു ദിവസം ഞാൻ 2 ദിവസമൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് കേടായിപ്പോവും. തേങ്ങ ഉള്ളതുകൊണ്ട് 2 ദിവസം വരെ കുഴപ്പമില്ല. എന്തോ ഭാഗത്തിന് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ട്. പാവം കേട്ടോ, അധികം കരച്ചിലൊന്നും ഉണ്ടാവില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നോളും, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണം. അവൾക്കങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ അവൾക്കങ്ങനെ നിലത്ത് കിടക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിലും ഇങ്ങനെ
നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. മുറ്റത്തൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മഴയുടെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, അതിങ്ങനെ കേട്ടോണ്ടിരുന്നുള്ളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവളെ വെച്ചിട്ട് ഞാൻ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പൻ എവിടെ പോയേക്കാണ്, കടയിലെങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നു. അപ്പം ഞാനും മമ്മിയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കും. നമ്മളിങ്ങനെ TV ഓണാക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന ലിവിങ് റൂമിൽ ഇരുന്നാണ് കേട്ടോ എപ്പോഴും ചായ കുടിക്കുക. ഡൈനിങ് റൂമിൽ പോയി ചായ കുടിക്കാറൊന്നുമില്ല. ലിവിങ് റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ TV ഒക്കെ വെച്ചിട്ട് ന്യൂസൊക്കെ കണ്ട് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കും. ഒരു 1/4 മണിക്കൂർ അങ്ങനെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുന്നു. ലൂക്കാച്ചന് ഞാൻ ചായ ഒന്നും കൊടുക്കാറില്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ചായ കൊടുക്കാൻ പാടില്ലെന്നാണല്ലോ ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഇങ്ങനെ കുറേ യൂട്യൂബ്സിലൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൂക്കാച്ചന് ഇതുവരെ ഞാൻ ചായ കൊടുത്തിട്ടില്ല. അവന് പാലാണ് കൊടുക്കുന്നത്. പാല് എപ്പോഴും കുടിക്കുകയൊന്നുമില്ല. അവനോട് ചോദിച്ചിട്ട് അവന് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇല്ല നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിക്കുകയൊന്നുമില്ല, വെറുതെ തണുത്തങ്ങ് പോവുകയുള്ളൂ. അപ്പോൾ ഇപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പാലാക്കി കൊണ്ട് കൊടുത്തു. അതവൻ കുടിച്ചു. ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി. കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനെന്തോ ടോയ്സ് എന്തൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മാറ്റ് രാവിലെ ഇവിടെ കൊണ്ടിടും. എന്നിട്ട് ഇടയ്ക്ക് ഇസേനെ ഇവിടെ കിടത്തും. ടമ്മി ടൈമിനൊക്കെ ആയിട്ട് ഇവിടെ കിടത്തുക. ഉറക്കമില്ലാത്തപ്പോഴും കയ്യിലങ്ങനെ ഇരിക്കാത്തപ്പോഴൊക്കെ ഞാൻ ഇവിടെ കിടത്തും. അധികം നേരം കിടക്കില്ലെങ്കിലും കുറച്ചൊക്കെ കിടത്തും, അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലൂക്കാച്ചൻ്റെ പിന്നെ എല്ലാ സാധനവും കൊണ്ട് ഇതിനകത്തോട്ട് കൊണ്ടിടും. അവൻ്റെ ടോയ്സ് മാത്രമല്ല, അടുക്കളയിലെ പാത്രങ്ങളും തവികളും എല്ലാം ഇവിടെ കൊണ്ടിടും. അപ്പോൾ പിന്നെ ഞാൻ ചിലപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്ത് മാറ്റും, എല്ലായിടത്തും മാറ്റി വയ്ക്കും. മാറ്റി ഒരു ബോക്സിലാക്കി വയ്ക്കും. പക്ഷേ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലായിടത്തും പിന്നെയും കൊണ്ടിടും. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു തവണ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രിയിൽ എല്ലാവരും കിടന്നെല്ലാം കഴിയുമ്പോൾ പിന്നെയും ഞാൻ ഇതെടുത്ത് വെക്കേണ്ട അവസ്ഥയുണ്ട്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയ ടാസ്ക്കാണ് ഇവനെ കുളിപ്പിക്കുന്നത്. ചില സമയത്ത് നല്ല മടിയാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എണ്ണ വെക്കാനാണ് മെയിൻ മടി. എണ്ണ വയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ഓടും. പിന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വേണം അവനെ എണ്ണ വയ്പ്പിക്കാൻ വേണ്ടിയിട്ട്. അവനെയും കുളിപ്പിച്ചിട്ട് പിന്നെ കുട്ടീനെ ജസ്റ്റ് ഒന്ന് മേലൊന്ന് തുടച്ചെടുക്കും. രാവിലെ അവളെ കുളിപ്പിക്കുന്നുണ്ട്, വൈകുന്നേരം ജസ്റ്റ് ഒന്ന് മേലൊന്ന് തുടച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കും. ചില സമയത്ത് ഒരു 7 മണിക്കുള്ളിൽ എല്ലാ പരിപാടിയും കഴിയും, അല്ലെങ്കിൽ കുറച്ച് നല്ല ലേറ്റാവും. അവളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കുളിക്കുക. അപ്പോൾ ഇന്ന് ഏതായാലും 7 മണി ആയപ്പോഴത്തേക്കും പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഒരു 3:30 തൊട്ട് ഒരു 7 മണി വരെയുള്ളൊരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.